നമസ്കാരം. ഇറാനിലെ ഉന്നതരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. ഇന്നലെ അലി ലാരിജാനിയെ കൊലപ്പെടുത്തിയെന്ന് അവർ അവകാശപ്പെട്ടിരുന്നു. എന്തായാലും ഇന്ന് ഇറാൻ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. തൊട്ടു പിന്നാലെ മറ്റൊരു കൊലപാതകം കൂടെ, മറ്റൊരു നീക്കം കൂടെ ഞങ്ങൾ നടത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഇന്റലിജൻസിന്റെ ചുമതലയുള്ള ഇറാനിലെ മന്ത്രിയെ കൊലപ്പെടുത്തിയെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇതുവരെ ഇസ്രായേൽ നടത്തിയ നീക്കങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോൾ അവർ ഉന്നയിക്കുന്ന അവകാശവാദം ശരിയാകാനാണ് സാധ്യത. കാരണം നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ഇസ്രായേലിന് പണ്ടേ ഉള്ളതാണ്. അത് അവർ തുടരുന്നു. അതേസമയം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വളരെ കൃത്യമായൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാജ്യത്തെ ഉന്നതരായിട്ടുള്ള ആളുകൾ, ഭരണരംഗത്തുള്ള ആളുകൾ, അവർ ബങ്കറിലല്ല, അവർ ജനങ്ങൾക്കിടയിലാണ്. മരണം അവർ മുന്നിൽ കാണുന്നുണ്ട്. പക്ഷെ രക്തസാക്ഷിത്വം അത് മഹത്തരമാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്, അതും സ്വന്തം രാജ്യത്തിന് വേണ്ടിയാകുമ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും യുദ്ധമുഖത്തുണ്ട്, ഞങ്ങൾ ബങ്കറിലല്ല. മാത്രമല്ല, ഈ മരണം അത് അംഗീകരിക്കാനും ഞങ്ങൾക്ക് പ്രയാസമില്ല. പിന്നെ ഞങ്ങൾ പ്രത്യാക്രമണം നടത്തുന്നുണ്ട്. ഇതേ രീതിയിൽ ആരെയെങ്കിലും ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണമല്ല ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾക്ക് പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതിയുണ്ട്, യുദ്ധതന്ത്രമുണ്ട്. അതിനനുസരിച്ചുള്ള ആക്രമണങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഞങ്ങൾ പ്രത്യേകിച്ച് ലക്ഷ്യം വെക്കുന്നില്ല. പിന്നെ ഞങ്ങളിലെ ഉന്നതരായിട്ടുള്ള ആളുകളെ നിങ്ങൾ അങ്ങ് ഇതുപോലെ തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തിയാലൊന്നും ഞങ്ങളുടെ ഭരണ സംവിധാനങ്ങൾക്ക് ഒരു കോട്ടവും സംഭവിക്കില്ല. ഇത്തരം ആളുകൾ നഷ്ടപ്പെടുമ്പോൾ അതേ പദവികൾ ഏറ്റെടുക്കാൻ ഇവിടെ വേറെ ആളുകളുണ്ട്. കൂടുതൽ കരുത്തും യോഗ്യതയും കഴിവുമൊക്കെയുള്ള ആളുകളുണ്ട്. അങ്ങനെ ആളുകൾ രംഗത്തെത്തും. ഈ ഭരണ സംവിധാനങ്ങളുടെ പിന്തുണയില്ലെങ്കിൽ പോലും ഞങ്ങളുടെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ കഴിയുന്ന സൈന്യം ഞങ്ങൾക്കുണ്ട്. അവർ ഇപ്പോൾ സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത്. അവരവരുടെ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വളരെ ചെറിയ വാക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ലോകത്തെ ബോധ്യപ്പെടുത്താൻ, ഇസ്രായേലിനെ ബോധ്യപ്പെടുത്താൻ അബ്ബാസ് അരാക്ചിക്കായി. അതായത്, നിങ്ങൾ ഇങ്ങനെ പ്രത്യേകം ആളുകളെ ലക്ഷ്യം വെച്ച് നീക്കം നടത്തിയത് കൊണ്ടൊന്നും അത് ഞങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. എന്തായാലും അലി ലാരിജാനിയെ കൊലപ്പെടുത്തി എന്നുള്ള ഇസ്രായേലിന്റെ അവകാശവാദവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം ഇസ്രായേൽ നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇസ്രായേലിനകത്തേക്ക് ഇറാൻ വലിയ പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ മാനം ഇന്നലെ വർണ്ണാഭമായിരുന്നു. അത്ര ശക്തമായ ഒരു വെടിക്കെട്ട് തന്നെയാണ് ഇറാൻ ഇന്നലെ അവിടെ നടത്തിയത്. ഒരേ സമയം 100ഓളം കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി. നിരവധി ആളുകൾ പരിക്കേറ്റു താഴെ വീഴുന്ന ഒരവസ്ഥയുണ്ടായി. ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടായി. മരണസംഖ്യയും പരിക്കേറ്റ ആളുകളുടെ വിവരവും ഒന്നും തന്നെ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല. പ്രമുഖരായിട്ടുള്ള ചില ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മന്ത്രി ഇന്നലെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എയർഫോഴ്സിന്റെ കമാൻഡർ, മൊസാദിന്റെ ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ ചില ആളുകളുടെ പേരുകളൊക്കെ ഇറാന്റെ ഭാഗത്തു നിന്ന് അവർ അവകാശവാദങ്ങളായിട്ട് പുറത്തു വിടുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. പൊതുവെ അവർ സ്ഥിരീകരിക്കാറുമില്ല. സ്വന്തം രാജ്യത്തിന് വേണ്ടി യുദ്ധമുഖത്ത് നിൽക്കുന്ന ആളുകൾ മരിച്ചു വീണാൽ ആ വിവരം, മരിച്ചു എന്ന കാര്യം തുറന്നു പറയാൻ അവർക്ക് എന്തോ പ്രയാസമാണ്. കാരണം അതെന്തോ മോശമായ ഒരു കാര്യമായിട്ടാണ് ഇസ്രായേൽ ഭരണ സംവിധാനങ്ങൾ നോക്കിക്കാണുന്നത്. അതേസമയം ഇറാൻ ഇവിടെ സ്വന്തം രാജ്യത്തിന് വേണ്ടി യുദ്ധമുഖത്ത് നിന്ന് മരിച്ചു വീഴുന്ന ആളുകൾ, അത് മരിച്ചു എന്ന് പറയാൻ ഇറാൻ ഒരു പ്രയാസവുമില്ല. കാരണം അങ്ങനെ മരിച്ചു വീഴുന്നത് മഹത്തരമായ ഒരു കാര്യമായി ഇറാനും കാണുന്നു. അവരുടെ രണ്ട് വിഭാഗത്തിന്റെയും രീതികൾ, ഒരേ കാര്യങ്ങൾ അവർ നോക്കിക്കാണുന്നത് വ്യത്യസ്തമായിട്ടാണ്. കാരണം അവർ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഈ യുദ്ധം ഉണ്ടായത് പോലും അത്തരത്തിലുള്ള ചില വീക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്രായേൽ ഒരു കാര്യത്തെ വീക്ഷിക്കുന്ന രീതിയിലല്ല ഇറാൻ നോക്കിക്കാണുന്നത്. ഇറാൻ ആരെയും പ്രത്യേകിച്ച് ലക്ഷ്യം വെക്കുന്നില്ല. ഒരിക്കലും അവർ അങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തുന്നില്ല. അതല്ല അവരുടെ രീതി എന്നിപ്പോൾ അവർ തുറന്നു പറയുകയും ചെയ്യുകയാണ്. എന്തായാലും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാൻ റഷ്യ ബന്ധം, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. റഷ്യയുടെ സഹായം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ വ്യക്തമാക്കി. ചൈനയുടെ സഹായം സ്വീകരിച്ചു എന്ന കാര്യവും അവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ ബന്ധം ഒന്നുകൂടെ ദൃഢമായിരിക്കുകയാണ്. അത്തരത്തിലുള്ള ചില വാർത്തകൾ കൂടെ പുറത്തു വരുന്നുണ്ട്. ഈ മുജ്തബ അലി ഖംനായി, അദ്ദേഹത്തിന് പരിക്കേറ്റപ്പോൾ, ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നൊരു വിവരം വരുന്നു. റഷ്യ അദ്ദേഹത്തെ ആരും അറിയാതെ റഷ്യയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ കൊടുക്കുന്നു എന്ന ഒരു വിവരവും പുറത്തു വരുന്നുണ്ട്. മുജ്തബ അലി ഖംനായിക്ക് എല്ലാവിധ പിന്തുണയും റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, ആശംസയും അറിയിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരികയാണ്.
അതായത് ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ ഇപ്പോൾ ഏറിയ പങ്കും കൃത്യമായ ഒരു ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ അവരുടെ മിസൈലുകൾ എത്തിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇത് റഷ്യയുടെ ഇടപെടൽ മൂലമാണ് എന്നുള്ളൊരു വിവരമാണ്. അതായത് അവരുടെ സെജിൽ മിസൈലും അതുപോലെ തന്നെ ഖൊറാം ഷഹറും ഖൈബർ ഷക്കാനും ഒക്കെ വളരെ കൃത്യമായി ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ച് അവിടെ വിജയകരമായ ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്ന മിസൈലുകളാണ്. പക്ഷെ അവർക്ക് വിവരങ്ങൾ കൃത്യമായി കിട്ടുന്നില്ല, ഉപഗ്രഹ ചിത്രങ്ങൾ കിട്ടുന്നില്ല, രഹസ്യ വിവരങ്ങൾ കിട്ടുന്നില്ല. എന്നാൽ ഇസ്രായേലിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, അവരുടെ എയർബേസുകൾ, പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സാന്നിധ്യങ്ങൾ, ഇതെല്ലാം റഷ്യ വളരെ കൃത്യമായി ഇപ്പോൾ കൊടുക്കുന്നു. ഉപഗ്രഹ ചിത്രങ്ങൾ ഇവിടെ ഇറാന് കൊടുക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല മിസൈൽ ഡ്രോൺ സാങ്കേതിക വിദ്യയും ഇപ്പോൾ റഷ്യ ഇറാന് കൈമാറിയിരിക്കുന്നു. അത്തരത്തിലൊരു നീക്കം റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ ഇറാന് വളരെ കൃത്യമായി അവരുടെ മിസൈലുകൾ ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിൽ അവരുടെ മിസൈലുകൾക്ക് വ്യാപകമായിട്ടുള്ള നാശം വിതക്കാൻ കഴിഞ്ഞത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടെയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം യുക്രൈൻ കൂടെ ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് ഇസ്രായേലിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ ഡ്രോണുകളെയൊക്കെ പ്രതിരോധിക്കാൻ ഇപ്പോൾ ഡ്രോൺ സ്പെഷ്യലിസ്റ്റായി പ്രവർത്തിക്കുന്നത് യുക്രൈനാണ്. അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുന്നത് യുക്രൈനാണ് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. യുക്രൈൻ അത് നേരത്തെ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. ഗൾഫ് രാജ്യങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ നിങ്ങൾ റഷ്യയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു ഡിമാൻഡ്. കാരണം ഇവിടെ റഷ്യ ഞങ്ങളെ ആക്രമിക്കുന്നത് ഇറാന്റെ ഡ്രോണുകൾ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇറാനെ ഏത് രീതിയിലും നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ സഹായിക്കാം, ഇറാനിൽ നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കാം, റഷ്യയുമായുള്ള ബന്ധം നിങ്ങൾ അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള ഒരു നിബന്ധന വെച്ചാണ് യുക്രൈൻ രംഗത്തെത്തിയത്. ഇപ്പോൾ യുക്രൈൻ പണി ആരംഭിച്ചു എന്നുള്ള ഒരു ആരോപണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിന്റെ ഭാഗമായാണ് യുക്രൈനെ കൂടെ ഞങ്ങൾ ആക്രമിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം ഇറാൻ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് റഷ്യയെ വളരെയധികം സന്തോഷിപ്പിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതായത് ഇറാന്റെ ഈ പുതിയ പ്രഖ്യാപനത്തിൽ വളരെയധികം സന്തോഷിച്ച റഷ്യ ഇപ്പോൾ ഇറാന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഈ ഒരു നീക്കത്തെ വളരെയധികം ആശങ്കയോടുകൂടി തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ നോക്കിക്കാണുന്നത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം റഷ്യ നടത്തിയിരിക്കുന്നു. ആ നീക്കത്തിന്റെ ഭാഗമായി ഇറാൻ നടത്തുന്ന മുഴുവൻ നീക്കങ്ങളും വിജയത്തിലെത്തുന്നു. ഇസ്രായേലിൽ സർവനാശം വിതക്കാൻ ഇറാന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ.